ഈ കിഫ്ബിയും അല്ലെങ്കിൽ മറ്റേ ഊരാളുകൾ സൊസൈറ്റിയൊക്കെ തുടരുമെന്ന രീതിയിലാണ് UDF പോലും വരുന്നത്. പിന്നെ അവർ അധികാരത്തിൽ വന്നാൽ ഈ സിസ്റ്റം തുടരുകയാണെങ്കിൽ ഇപ്പോൾ എന്ത് ഗുണമുള്ളത്? കിഫ്ബി തുടരും എന്ന് അവർ പറയുന്നതിനൊരു അർത്ഥമുണ്ട്. കാരണം കിഫ്ബി തുടങ്ങി വെച്ചിരിക്കുന്ന പ്രോജക്ട്സ് മിഡ്വേ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. പറ്റത്തില്ല. അപ്പോൾ ആ മെക്കാനിസം അവിടെ തുടരാതെ നിവർത്തിയില്ല. പക്ഷേ കിഫ്ബിക്ക് റിഫോംസ് വേണ്ടി വരും. ഊരാളുകൾ സൊസൈറ്റി തുടരുന്നതായിട്ട് ഗവൺമെന്റിന് ബന്ധമൊന്നുമില്ല. ഗവൺമെന്റ് അവർക്കാണുള്ള പ്രോജക്റ്റ് ഇതില്ലാതെ കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് നമുക്ക് അക്രഡിറ്റഡ് സൊസൈറ്റീസിന് വർക്ക് കൊടുക്കാൻ ഇവിടെ ഒരു നയം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നുണ്ടാണ്. ടെൻഡർ ഇല്ലാതെ കൊടുക്കുക. അങ്ങനെയാണ് ആ നയത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് പ്രിവിലേജ്ഡ് ആയിട്ട് ടെൻഡർ കൂടാതെ നേരിട്ട് ഇവർക്ക് കൊടുക്കുന്നുള്ളൂ, അവർക്കല്ലല്ലോ ഈ വേറെ. കറക്റ്റ്, ആക്ഷേപം കറക്റ്റ്. പക്ഷേ അത് വേണ്ടെന്ന് വെക്കാൻ ഗവൺമെൻറ് അവകാശമുണ്ട്. ടെൻഡർ വഴിയേ കൊടുക്കുള്ളൂ നാളെ തീരുമാനിക്കാൻ അവകാശമുണ്ട്. പുതിയ ഗവൺമെന്റ് പറ്റും? പറ്റൂല, അതൊരു ഡിസിഷൻ മാത്രമല്ല. ഈ അങ്ങക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഊരാളുകൾ സൊസൈറ്റി CPMന്റെ ബിനാമിയാണെന്ന് പറയുന്ന ഒരു ആരോപണമൊക്കെ ഉണ്ട്. അല്ല, അതിൻ്റെ 5 ഡയറക്ടേഴ്സ് CPM അനുഭാവികളാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഗവൺമെൻറ് ഫയലിൽ തന്നെ അങ്ങനെ പരാതികൾ കിട്ടിയതിനകത്ത് ഞാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫയൽ കണ്ടിട്ടുണ്ട്. ശരിയാണ്, ഈ സൊസൈറ്റി CPMുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. പക്ഷേ അവരുടെ വർക്കും അവരുടെ ഔട്ട്പുട്ടും തൃപ്തികരമായതുകൊണ്ട് അവർക്ക് വർക്ക് കൊടുക്കാമെന്ന് ഗവൺമെൻറ്റിനകത്ത് റിപ്പോർട്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അതറിയാത്ത കാര്യമല്ല.